നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള ലോക്ക് ഇൻ ബിൽഡ് മാർട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിന് മുന്നിലാണുള്ളത്. ജൂൺ മാസം 19-ാം തീയതി കേരള ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ലോക്ക് ഇൻ ബിൽഡ് മാർട്ടിലെ ഉടമ മെഹറൂഫ് നൽകിയ കേരള ഹൈക്കോടതി നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ കടയുടെ മുന്നിൽ ഓട്ടോ പാർക്കിംഗ് നടത്തിയിട്ട് അദ്ദേഹത്തിന് വ്യാപാരം നടത്തുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കോടതി ഒരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കച്ചവടത്തിന് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പാർക്കിംഗ് ഇവിടെ പാടില്ല. അതോടൊപ്പം തന്നെ പയ്യന്നൂർ നഗരസഭയോട് പറഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തിൽ ട്രാഫിക് കമ്മിറ്റി വിളിച്ചു ചേർത്തുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയത്തിലൊരു പരിഹാരം ഉണ്ടാക്കണം. നമ്മുടെ റോഡ് സൈഡിൽ കടകളുടെ മുന്നിലൊക്കെ പാർക്ക് ചെയ്യുന്ന ഓട്ടോറിക്ഷകൾക്ക് വ്യക്തമായ ഒരു പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തണം എന്നതൊക്കെ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വീഡിയോയുമായിട്ട് പച്ചവെളിച്ചം വരുന്നത്. രാവിലെ പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളി നേതാക്കന്മാർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള വിഷയം പച്ചവെളിച്ചം തേടിയിരുന്നു. ഇപ്പോൾ ലോക്ക് ഇൻ ബിൽഡ് മാർട്ടിന്റെ മുന്നിലാണുള്ളത്. അദ്ദേഹത്തിന്റെ വ്യാപാരത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ മുമ്പേ തന്നെ ഇത്തരം ഏർപ്പാടുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ മുതലാളി അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ച സമയത്ത് അവിടെ അദ്ദേഹമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം തേടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇത് മുമ്പേ ഒരുക്കിയ ഒരു അറേഞ്ച്മെന്റ് ആണ്, ഇപ്പോൾ ഒരുക്കിയതല്ല എന്നുള്ള രീതിയിലാണ് ഓട്ടോ തൊഴിലാളി നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ലോക്ക് ഇൻ ബിൽഡ് മാർട്ടിന്റെ അവർക്ക് കച്ചവടത്തിനുള്ള ഒരു തടസ്സമില്ല എന്നുള്ള കാര്യമാണ് ഇത് ഇവിടെ വന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മുമ്പേ ഇങ്ങനെ ആയിരുന്നോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മുമ്പ് ഇതിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഈ ലോക്ക് ഇൻ മാർട്ടിന്റെ മുതലാളിയും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളും പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് തർക്കം പച്ചവെളിച്ചത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അത് വീഡിയോ എടുത്ത് കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇവര് ഓട്ടോ തൊഴിലാളികൾ പാർക്കിങ്ങും അതുപോലെ തന്നെ ഈ വ്യാപാരിയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് ഒരു തർക്കവുമില്ല. അതിലെ വീഡിയോ പച്ചവെളിച്ചത്തിലുണ്ട് എന്നുള്ള കാര്യവും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓട്ടോ മേഖലയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു വിധിയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ജൂൺ മാസം 19-ാം തീയതി ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഈ പരാതിക്കാരനായ വ്യാപാരിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് ബൈജു നോയലിന്റെ അടക്കമുള്ള അഭിപ്രായങ്ങൾ പച്ചവെളിച്ചം തേടിയിട്ട് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിരുന്നു. ഈ വിഷയവും പ്രേക്ഷകരോട് മുമ്പാകെ പങ്കുവെക്കാനാണ് പച്ചവെളിച്ചം ആഗ്രഹിക്കുന്നത്. പച്ചവെളിച്ചത്തിന് വേണ്ടിയിട്ട് രാജീവൻ പച്ച.